നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമുക്ക് ഒരു പേപ്പർ കൊണ്ട് എങ്ങനെയാണ് കലണ്ടർ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഡെസ്ക്ടോപ്പ് കലണ്ടറാണ് ചെയ്യുന്നത്. കുട്ടികൾക്ക് സ്റ്റഡി ടേബിളിലൊക്കെ വയ്ക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞ് കലണ്ടറാണ്. ഒരേ ഒരു പേപ്പർ മാത്രം മതി. ഒരു A4 ഷീറ്റ് പേപ്പർ എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് മൂന്നായിട്ട് മടക്കിയെടുക്കണം. ഇനി അതിനെ പകുതിക്ക് വെച്ചിട്ടൊന്ന് മടക്കി കൊടുക്കണം. അതിനുശേഷം നമ്മൾ അതിൻ്റെ മടക്ക് വരാത്ത ഭാഗത്ത് നമ്മൾ സ്കെയിൽ വെച്ചിട്ട് ഒന്നിങ്ങനെ ഇതുപോലെ ഒന്ന് മടക്കുക. എന്നിട്ട് അത് ഉള്ളിലേക്ക് മടക്കിയിട്ട് ഈ രണ്ട് മടക്കുകളും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ നമുക്കത് ഒരു ബേസ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇപ്പോൾ തന്നെ നമുക്കൊരു സ്റ്റാൻഡ് പോലെ കിട്ടും. ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് നിൽക്കും. ഇനി നമുക്ക് കാലണ്ടർ ഉണ്ടാക്കണം. അപ്പോൾ ഞാനിപ്പം ഒരു പ്രിൻ്റ് എടുത്തതാണ്. ഒരു പ്രിൻ്റബിൾ കാലണ്ടറാണ് പ്രിൻ്റ് എടുത്തിരിക്കുന്നത്. ഇതെല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് എഴുതിയെടുത്താലും മതി. 2023 എന്ന് ഒരു പേപ്പറിൽ എഴുതുക. പിന്നെ എല്ലാ മാസവും നമ്മൾ നോക്കിയിട്ട് ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഓരോ മാസങ്ങളും സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ 2023 എന്ന് പറയുന്ന വലിയൊരു സ്ട്രിപ്പ് ഏറ്റവും താഴെ ഇതിൻ്റെ ബേസിലാണ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഒട്ടിക്കുമ്പോൾ ഫുള്ളായിട്ട് ഒട്ടിക്കരുത്. ഇതിൻ്റെ താഴെ മാത്രം ഗ്ലൂ ആവുന്ന രീതിയിലാണ് ഒട്ടിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്കൊരു പോക്കറ്റ് പോലെ കിട്ടും. ഇനി നമ്മൾ ഈ കട്ട് ചെയ്ത മാസങ്ങളൊക്കെ ഇവിടെ പോക്കറ്റിലൊന്ന് വെച്ച് കൊടുക്കുക. അപ്പം ജാനുവരി മാസം കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു പേപ്പർ എടുത്തിട്ട് ബാക്കിൽ വെച്ചാൽ മതി, അല്ലെങ്കിൽ എടുത്ത് കളഞ്ഞാൽ മതി. അപ്പം അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡെക്കറേറ്റ് ഒക്കെ ചെയ്യാം. ഞാനിപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ഇത്രയും മാത്രമേ ചെയ്തിട്ടുള്ളൂ. സ്റ്റിക്കേഴ്സൊക്കെ വെച്ചിട്ടൊക്കെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയുണ്ടാവും. ഇനിയിപ്പോൾ പ്രിൻ്റ് എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതിയെടുത്താലും മതി. അത്രയേ ഉള്ളൂ നമ്മളുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. എല്ലാവർക്കും ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ, സിമ്പിളാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.